നമുക്കാർക്ക് തിരിച്ചറിവില്ലാത്ത ഒരു കാര്യം. അങ്ങനെ ഒരു സംഭവം നടന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. എങ്കിലും ഈ ഒരു കത്ത് ചെയ്യുന്നവരെ അങ്ങനെ ഒരു ഗന്ധർവലോകം ഉണ്ടെന്ന് കരുതുന്നത് തന്നെ ആ അജ്ഞാതനായ യുവാവിലൂടെ നമുക്കും ആ ഗന്ധർവലോകത്തിലേക്ക് സഞ്ചരിക്കാം. ഹിമാലയത്തിന്റെ ഉത്ഭാഗങ്ങളിൽ എവിടെയോ മഞ്ഞുമൂടിയ പർവ്വതശേഖരങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വരയുണ്ട്. ചുറ്റുമുള്ള ഹിമാനികൾ ഈ ഒരു താഴ്വരയെ മറച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും നോക്കത്ത ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ മാത്രം. സാധാരണയായി ഇത്തരം പ്രദേശങ്ങളിലേക്ക് ആരും കടന്നു ചെല്ലാൻ കഴിയാറില്ല. അത്യപൂർവമായി മാത്രം ചില യോഗികളും സന്യാസിമാരും മാത്രം സഞ്ചരിക്കുന്ന വഴികൾ. 1915 പ്രമോദ് കുമാർ ചാറ്റർജിയും സുഹൃത്ത് നരനാരായണനും കൂടി കാൽനടയായി യമുനോത്രിയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഗംഗോത്രിയിലേക്കും പിന്നീട് ഗോമുഖിലേക്കും എത്തിപ്പെട്ടു. ഗോമുഖിലെത്തി അവർക്ക് കാണാനായത് ഗംഗാനദി ഒരു വലിയ അരുവിയായി ആ മുഖാമുഖത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഗോമുഖിലെത്തിയല്ലോ എന്നുള്ള സന്തോഷത്താൽ പ്രമോദ് കുമാർ വേഗം ആ അരുവിയിലേക്ക് ഇറങ്ങി ഗംഗാമാതാവിനെ സ്മരിച്ചുകൊണ്ട് മുങ്ങുകയാണ്. എന്നാൽ കൂടെയുള്ള ആ അരുവിയിലേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് അല്പം ജലമെടുത്ത് ദേഹത്ത് തളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് കണ്ട് അയാൾക്ക് സാമാന്യത്തിലധികം ദേഷ്യം. കാരണം സാധാരണക്കാർക്കൊന്നും ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ഗംഗയുടെ ഉത്ഭവസ്ഥാനമായ ഈ ഒരു ഗോപത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ആ പുണ്യ നദിയിൽ മുന്നിപ്പിടിച്ച് അവരവരുടെ പാപങ്ങൾ കഴിയുകയായിരുന്നു. ഇതെന്ന് പറഞ്ഞ് അയാൾ നരനാരായണ നേരെ ദേഷ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട നരനാരായണൻ ജീവനോട് പറഞ്ഞു, ഗംഗയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനമായ ഗോമുഖ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയൊരു അരുവി എങ്ങനെ ഒരു നദിയുടെ ഉത്ഭവസ്ഥാനമാകും? അയാൾ വടക്കുഭാഗത്തേക്ക് കൈ കൊണ്ടുകൊണ്ട് കാണിച്ചു. അന്ന് ദൂരെ മഞ്ഞ് പുറച്ച ആ ഒരു പർവ്വതശിഖരങ്ങൾ കാണുന്നില്ലേ? അതിന്റെ താഴ്വരയിൽ എവിടെയാണ് ഗോമുഖ്. സാധാരണക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത് ദേവഭൂമിയാണ്. അങ്ങോട്ടേക്കുള്ള പാതകളിൽ എപ്പോഴും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാവും, കൂടാതെ ശക്തമായ ഹിമക്കാറ്റ്. ഇതും കൂടാതെ ആ പർവ്വതങ്ങൾക്കിടയിൽ എവിടെയോ ഒരു ചെറിയ വിടവുണ്ട്. അതും കടന്ന് അപ്പുറത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ ശരിയായ ഗോമുഖിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. ഒരു സാധാരണക്കാരൻ ഇത്രയും ത്യാഗം സഹിച്ച് അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ അയാൾ തിരിച്ചു വരുന്നത് തികച്ചും ഒരു ദേവനായി തന്നെയായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് വല്ലാതെ സങ്കടമായി. കാരണം ഇത്രയും ദുഷ്കരമായ പാതയോട് സഞ്ചരിച്ച് അവിടെ എത്തുക എന്നുള്ളത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ തനിക്കതിനുള്ള വിധിയില്ലായിരിക്കാം എന്ന് അയാൾ സമാധാനിച്ചു. കുറെ സമയത്തേക്ക് പിന്നെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ പവിത്രമായ ആ ഒരു ദേവഭൂമിയെ കുറിച്ചും എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് പറ്റാൻ സാധിച്ചാലുണ്ടാവുന്ന ആ ഒരു നേട്ടത്തെക്കുറിച്ചോടും അയാൾ ആവേശിച്ചു. ഇക്കാര്യം സുഹൃത്തായ നരനാരായണനോട് പറഞ്ഞപ്പോൾ അയാൾ ആവേശത്തിലായി. എന്ത് ത്യാഗം സഹിച്ചും താനും അങ്ങോട്ടേക്ക് കൂടെ വരാം എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ നരനാരായണനെ കൂടെ കൊണ്ടുപോകാൻ അയാൾ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു നേട്ടം തന്റേത് മാത്രമാവണമെന്ന ഒരു ചെറിയ സ്വാർത്ഥതയാണ്. മറ്റൊന്ന്, തന്റെ കൂടെ വന്ന് അയാളും കൂടി അപകടത്തിൽപ്പെടുത്തതോ എന്ന് വെച്ചില്ല. അങ്ങനെ അയാൾ തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് ഈവരും ഒരു വാക്ക് പറഞ്ഞു. തന്നെയും കാത്ത് 3 ദിവസം മാത്രമേ നരനാരായണൻ ഗംഗോത്രി ക്ഷേത്രത്തിന്റെ അവിടെ നിൽക്കേണ്ടതുള്ളൂ. തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ 2 പേർക്കും ഒരുമിച്ച് ബാക്കിയുള്ള ഹിമാലയൻ യാത്ര പൂർത്തിയാക്കാം. അങ്ങനെ അയാൾ നരനാരായണനോട് യാത്ര പറഞ്ഞ് ആ ഗുഹയുടെ ഇടതുവശത്തുകൂടിയുള്ള മഞ്ഞുമൂടിയ പാറക്കല്ലുകളിൽ ചവിട്ടി അതിഭാഗത്യമായി ആ ഗുഹയുടെ മുകളിലേക്ക് എത്തി. അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നെങ്കിലും അയാൾ കൃത്യമായി വഴിയൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എങ്ങോട്ടേക്ക് നോക്കിയാലും കാണാനാവുന്നത് മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ സംശയിച്ച് അവിടെ നിൽക്കുമ്പോൾ താഴെ ഒരു ഭാഗത്തു നിന്നും ഒരു നെടുച്ചാൽ ഒഴുകുന്ന ശബ്ദം അയാൾ കേട്ടു. വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കാണാനായത് ഗംഗാനദി ഒരു ചെറിയ നീർച്ചാലായിട്ട് ഈ മഞ്ഞിലൂടെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു നീർച്ചാൽ ഓളം പറ്റി നടന്നാൽ ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉത്ഭവസ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന് അയാൾ കണക്കുകൂട്ടി. അങ്ങനെ കുറെ ദൂരം അതിന്റെ ഓളത്തൂട് നടന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ വല്ലാതെ കിടച്ചു വന്നു. കാരണം രാവിലെ മുതൽ ആഹാരമൊന്നും കഴിക്കാതെയുള്ള യാത്ര അയാളെ വല്ലാതെ നിർത്തിയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കയ്യിൽ അവശേഷിച്ചിരുന്ന കുറച്ച് ആഹാരമുള്ളത് അതും കഴിച്ച് അയാൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ ആ നീർച്ചാലിന്റെ ഓളം പറ്റി കുറെ ദൂരം മുന്നോട്ട് പോയെങ്കിലും കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അങ്ങനെ ഒരു നീർച്ചാലോ ഭാഗമോ ഒന്നും കാണാതാവുകയും ചെയ്തു. ഇനി എന്തായാലും തനിക്ക് യഥാർത്ഥ വഴിയോടെ പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ അയാൾ
മനസ്സിലായി താൻ ശരിയായ പാതയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. അയാളെ പതുക്കെ ഒരു ഭയവും ഉത്കണ്ഠയൊക്കെ ബാധിച്ചു. രാവിലെ മുതൽ ഈ തണുത്ത മഞ്ഞിൽ കൂടിയുള്ള യാത്ര കാരണം അയാളുടെ കണ്ണുകളൊക്കെ ചോർന്നു വീർത്ത് കണ്ണുകളിൽ കൂടി ധാരധാരയായി കണ്ണീര് വരുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എടുത്തു ചാടിയുള്ള യാത്രയ്ക്ക് തനിക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ് അയാൾ കണ്ടുപോയി. സന്ധ്യയ്ക്ക് മുമ്പ് ഒരു താവളം എവിടെയെങ്കിലും കണ്ടെത്തിയിരിക്കും. എന്ത് വേണമെന്നറിയാതെ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് ദൂരെയായി മഞ്ഞുപാടുകൾക്കിടയിൽ കൂടി ഒരു കറുത്ത രൂപം മുന്നോട്ടേക്ക് നടന്നു വരുന്ന അയാൾ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അതൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. ആ രൂപം അടുത്തു വന്നപ്പോഴാണ് വ്യക്തമായിട്ട് അയാൾക്ക് കാണാനായത്. ഏതാണ്ട് 6.5 അടി ഉയരത്തിൽ ആചാനബാഹുവായി ഒരു ദൈവിക വിവേകമുള്ള ഒരു മനുഷ്യൻ. കയ്യിൽ ഒരു ദണ്ഡുണ്ടായിരുന്നു. അയാൾ അടുത്തു വന്നതും ഇദ്ദേഹം അയാളോട് പറഞ്ഞു, എനിക്ക് ബോംബ് ഉപയോഗിച്ചുള്ള വഴി ഒന്ന് കാണിച്ചു തരണം, എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു. പക്ഷെ അത്ഭുതം, പോലും നോക്കാതെ വന്ന വഴിയിലൂടെ തന്നെ അയാൾ മുന്നോട്ടേക്ക് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും അയാൾ പെട്ടെന്ന് നിന്നിട്ട് കയ്യിലുള്ള ആ ദണ്ഡിനെ പൂർത്തി അകലെ കൊണ്ട് താഴെ മഞ്ഞുവിലക്കിനുള്ളിൽ വരതെന്ന് പറഞ്ഞു. അവിടെ നിന്നും താഴെ കുനിഞ്ഞ് കൈകൾ കൊണ്ട് തവിട്ട് നിറത്തിലുള്ള സുതാര്യമായ മുട്ടയുടെ ആകൃതിയുള്ള എന്തോ ഒരു വസ്തു പെറുക്കിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഒന്ന് ധ്യാനിച്ചതിന് ശേഷം അയാൾ തന്റെ വസ്ത്രത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ നിന്നും ആ ദണ്ഡമെടുത്ത് എണീറ്റുകൊണ്ട് വളരെ പരിചയമുള്ള ഒരാളെ കാണുന്നത് പോലെ ഇയാളെ നോക്കി ഒന്ന് ചിന്തിച്ചുകൊണ്ട് കൈവീട്ടി കാണിച്ചു, എന്റെ കൂടെ പോകുന്നത്. ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും കറുത്ത മണൽത്തരികൾ കൂട്ടിയിട്ടതുപോലുള്ള ഒരു ഭാഗത്തേക്കും അവിടെ എത്തിയപ്പോഴേക്കും ആകെ പെട്ടെന്ന് മുന്നതിന് ശേഷം തന്റെ തള്ളവിരൽ പ്രമോദ്കുമാറിന്റെ കുടുംബത്തിനമർത്തി എന്തോ ഒന്ന് മന്ത്രിച്ചു. അതിനുശേഷം അയാളുടെ വലത് കൈപ്പത്തിയിൽ ബോധം പിടിച്ചു. അയാളുടെ കൈകൾ അയാളുടെ മണിബന്ധത്തിൽ അമർന്നു കഴിഞ്ഞപ്പോഴേക്കും ശരീരം ആസകലം ചൂട് പിടിക്കുന്നത് പോലെയും ആകെ ഒരു കൃത്യം നമസ്കാരം മാജി പച്ചകർക്ക് കേരള നമസ്കാരം മാജി പച്ചകർക്ക് കേരള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാശിചക്രത്തിലെ നക്ഷത്ര മേഖലകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് രാശിനാഥന്മാരെ കുറിച്ച് അറിയാം. രാശിചക്രത്തിൽ 12 രാശികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിൽ ഓരോ രാശിയുടെയും ആധിപത്യം ഓരോ ഗ്രഹങ്ങളുണ്ട്. അവരാണ് ആ രാശിയുടെ നാഥന്മാർ അല്ലെങ്കിൽ അധിപന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി നമ്മുടെ വീടുള്ളത് പോലെ ഓരോ ഗ്രഹങ്ങൾക്കും സ്വന്തമായി ഓരോ വീടുണ്ട്. ആ വീടാണ് ഈ രാശികൾ എന്ന് പറയുന്നത്. വിശദമായി നമുക്ക് നോക്കാം. മേടൻ രാശിയും വൃശ്ചിക രാശിയും ചൊവ്വയുടെ വീടാണ്. ഏഴകം തുലാം രാശികൾ ശുക്രന്റെയും മിഥുനം കന്നി രാശികൾ ബുധന്റെയും ധനു മീനം രാശികൾ വ്യാഴത്തിന്റെയും മകരം കുംഭം രാശികൾ ശനിയുടെയും സിംഹം സൂര്യന്റെയും കർക്കിടകം ചന്ദ്രന്റെയും വീടാണ്. ജ്യോതിഷികൾ ഇതിനെ സ്വക്ഷേത്രം എന്നാണ് പറയുന്നത്. ക്ഷേത്രം എന്നതിന് പാർപ്പിടം അഥവാ വീട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്നാൽ സ്വന്തം വീട് എന്നാണ്. ചിഹ്നം സൂര്യന്റെ സ്വക്ഷേത്രം, കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രം, ഇങ്ങനെ പറയും. മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനവും സുഖവും സന്തോഷവും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. അല്ലെ? നമ്മുടെ മനസ്സ് സമാധാനപൂർണ്ണമായിരിക്കും. അതുപോലെ